ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മഴത്തോരു മുൻപേ സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡ് വിശേഷം നോക്കിയാലോ. അങ്ങനെ അലീന പോവാണ് കേട്ടോ ഓർഫണേജിലേക്ക്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അവൾ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. കൂടെ തന്നെ അവൾക്കും അവിടെ പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം മേടിക്കുന്നുണ്ട്. അവൾ ബാലചന്ദ്രൻ്റെ കൂടെയാണ് ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നത്. അപ്പം തന്നെ അവൾ സ്റ്റാലിനിയെ കാണുന്നുണ്ട് കേട്ടോ. സ്റ്റാലിനി ആണെങ്കിൽ അവളുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് അപ്പച്ചനെ കാണിക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവളോട്. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് അവൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവൾ നേരെ ബബിതയുടെ അടുത്തേക്കാണ് പോകുന്നത്. ബബിതയാണെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ അകത്തേക്ക് ചെന്നിട്ട് ബബിതനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റ് എടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതൊരു ഗിഫ്റ്റാണ്, ഞാൻ എന്ന് വാങ്ങി തന്നതിന് തിരിച്ചു തരുവാണോ എന്ന് ബബിത ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, എൻ്റെ അനിയത്തിമാർക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ വല്ലതും നോക്കണം, നീ അത് തുറന്ന് നോക്കിയെന്ന് പറയുമ്പോൾ അവളത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നല്ല അടിപൊളി വാച്ചായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ബബിത സങ്കടത്തോടു കൂടെ പറയുന്നുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ ചേച്ചി എത്ര ഉപദ്രവിച്ചു, ഒരുപാട് ഞാൻ ദ്രോഹിച്ചു, കുറ്റപ്പെടുത്തി, എന്നിട്ട് ചേച്ചിക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിയുന്നത്? അത് കേട്ടപ്പോൾ അലീന ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, നീ എന്നെ ദ്രോഹിച്ചു എന്നുള്ളത് നീ ഏറ്റു പറഞ്ഞില്ലേ, കൂടാതെ നീ എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല, അത് പോരെ മോളെ, എനിക്ക് ആരോടൊരു ദേഷ്യമില്ല, നീ എൻ്റെ അനിയത്തിയല്ലേ, എനിക്ക് ക്ഷമിക്കാൻ കഴിയും എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും നിനക്കറിയില്ല, എന്നെ പറ്റി ഒന്നും അറിയാനിട്ട് നീ എന്നെ സ്നേഹിച്ചില്ലേ, പക്ഷെ ഇവിടെ ഉള്ളവരൊന്നും അങ്ങനെയല്ല, അവരൊക്കെ ഞാൻ എന്തൊക്കെയോ ആണെന്ന് അവർക്ക് അറിയാം, അതുകൊണ്ടാണ് അവരെന്നെ സ്നേഹിക്കുന്നത്. എന്നിട്ട് ബബിതേനെ കെട്ടിപ്പിടിക്കാനോട്ടോ അലീനയും ബബിതയും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾ നേരെ കൃഷ്ണമോൾക്ക് ഡ്രസ്സ് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ കൃഷ്ണമോൾ ആ ഡ്രസ്സ് വാങ്ങിയിട്ട് തുറന്നു നോക്കിയിട്ട് പറയുന്നുണ്ട്, അടിപൊളി ഡ്രസ്സാണല്ലോ, അതൊക്കെ പോട്ടെ, ചേച്ചി ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചോ, ചേച്ചി ഇതിനാ പോകുന്നത്, ഇത് ചേച്ചിയുടെ കൂടെ വീടല്ല, ഞങ്ങൾക്ക് ചേച്ചിയില്ലാതെ നിൽക്കാൻ ഇവിടെ കഴിയില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അലീന അവളുടെ വായ പൊത്താണ്, മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ, ആരൊന്നും അറിയരുത്, അപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ ഇങ്ങനൊന്നും പറയല്ലേ മോളെ. അങ്ങനെ അവൾ രോഹിത്തിന് ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് അവൾ ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് കൊലപ്പള്ളിയിലൊന്ന് പോകണം. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ ഒന്ന് സംശയിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, പോട്ടെ അച്ഛനാണെന്ന്, എനിക്ക് അവരോട് യാത്ര പറയണം, എനിക്ക് മുത്തശ്ശിയെയും മാഡത്തിനെയും ഒക്കെ കാണണം, ഞാൻ പോയിട്ട് വരാം അച്ഛാ. മോളെ നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാഡം നിന്നോട് എങ്ങനെയാണ് പെരുമാറുക എന്നൊക്കെ ആകുലപ്പെടുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. എന്നിട്ട് അവൾ സമ്മതിക്കുന്നില്ല. ഒടുവിൽ അവൾ നിർബന്ധിച്ച് സമ്മതം വാങ്ങിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് എന്നെ കാണുന്ന മനുവിനെയാണ്. മനു ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. അവൾ പോകുന്നത് അവന് ചിന്തിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ അവൾ അവനോട് പറയുന്നുണ്ട്, മനുവേട്ടാന്ന് വിളിക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഓ നീ പോകാൻ തീരുമാനിച്ചല്ലേ, യാത്ര പറയാൻ വന്നതായിരിക്കും അല്ലേ? അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ, എനിക്ക് മാഡത്തിനോട് യാത്ര പറയണം, പിന്നെ മുത്തശ്ശിയോടും എല്ലാവരോടും യാത്ര പറയണം. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, ഓ അപ്പോൾ എന്നോട് നിനക്ക് യാത്ര പറയണ്ട അല്ലേ? അത് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, മനുവേട്ട എന്താ അങ്ങനെയൊക്കെ? പക്ഷെ മനു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അവന് ഭയങ്കര വിഷമം. എന്നിട്ട് അവൻ പിന്നെ പറയുന്നുണ്ട്, നീ എന്തായാലും തീരുമാനിച്ചതല്ലേ പോവാൻ, ഞാനീ പറഞ്ഞിട്ട് നീ പോവാതിരിക്കൊന്നുമില്ലല്ലോ, നിന്റെ തീരുമാനം എനിക്കറിയാം. അങ്ങനെ അതും പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ മുത്തശ്ശിയെ കാണുന്നുണ്ട്. മുത്തശ്ശിക്ക് അവളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അവളെ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് അവളെ കൈ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാ. അത് കേട്ടപ്പോൾ മുത്തശ്ശി സംശയത്തോടു കൂടെ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് അതിന് പോകുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് അച്ഛനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്, എവിടെയൊന്നും അറിയില്ല, അപ്പം ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോവാണ്, എല്ലാം പാക്ക് ചെയ്തപ്പോൾ യാത്ര പറയാനായിട്ട് വന്നതാ. ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ എന്തിനാ അങ്ങനെ പോകുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് അറിയില്ല, എനിക്ക് പോവണം, എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ പോകും, അച്ഛനാണ് ജോലി ശരിയാക്കിയത്, അച്ഛൻ എവിടേക്ക് വിളിച്ചാലും ഞാൻ പോകും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശി കണ്ണിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് അവളോട് പറയുന്നുണ്ട്, മോളെ നിന്നോട് ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തു, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഞാൻ ദ്രോഹം ചെയ്തു, നീ എന്നോട് പൊറുക്കണം മോളെ, എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നും പറഞ്ഞ് അവളോട് മാപ്പ് ചോദിക്കുകയാണ്. എന്നാൽ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ അത് കണ്ടപ്പോൾ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അയ്യോ മുത്തശ്ശി അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ഇതുവരെ മുത്തശ്ശി എൻ്റെ സ്വന്തമായിട്ട് കാണും, ഇനി അങ്ങോട്ടും അങ്ങനെ കാണും, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശി, എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. മുത്തശ്ശി ആണെങ്കിൽ ഭയങ്കര കരച്ചിലാട്ടോ. എന്നിട്ട് അലീന കുറച്ചേരം ഇരുന്ന് മുത്തശ്ശീനെ സമാധാനിപ്പിച്ചിട്ട് അവൾ പിന്നെ വൈജയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. വാതിൽ മുട്ടുമ്പോൾ വൈജ ഡോറ് തുറക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഇവിടെയാണല്ലോ, അതുകൊണ്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് വൈജയ്ക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അവളെ ഷൗട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം ഞാൻ പോവാണ്, അത് പറയാൻ വേണ്ടി വന്നതാ. ഇതൊന്നും കേട്ടിട്ട് വൈജേൻ്റെ മനസ്സലിയുന്നില്ല കേട്ടോ. ആദ്യം നീ പോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതേ മാഡം ഞാൻ പോവാണ്, മാഡത്തിന് തന്ന വാക്ക് ഞാൻ പാലിക്കാൻ പോവാണ്. എന്നാ നീ ആ വാക്ക് പാലിക്കുക, എന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ വൈജയന്തി അവിടെ നിന്ന് അകത്തേക്ക് പോവാണ് കേട്ടോ. പക്ഷെ അലീന വീണ്ടും പുറകെ ചെന്നിട്ട് വീണ്ടും സംസാരിക്കുകയാണ്. കാരണം അവൾ പോവല്ല, അപ്പോൾ അവൾക്ക് എന്തായാലും സംസാരിച്ചേ പറ്റൂ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അതേ മാഡം ഞാൻ പോവാണ്, ഇനി നമ്മൾ കാണുമെന്ന് പോലും അറിയില്ല, മാഡത്തിന് എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് അറിയാം,
ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, അതുപോലെ മാഡം എന്നെ ശപിക്കരുത്. അതോടെ കേൾക്കുമ്പോഴേക്കും വൈജയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, ശപിക്കരുതെന്നോ? അത് പറയാൻ നിനക്ക് എന്താ അവകാശമുള്ളത്? നീ എന്നോട് ചെയ്ത എല്ലാം നിനക്ക് തിരിച്ചു കിട്ടും, അതൊക്കെ നീ അനുഭവിച്ചിട്ട് നീ ഈ ഭൂമി വിട്ടു പോകൂ. വൈജേൻ്റെ മറുപടി കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അവൾ നന്നായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. വൈജയാണെങ്കിൽ വീണ്ടും അവളോട് ദേഷ്യപ്പെടുക. ബാലചന്ദ്രൻ്റെ മകളാണെന്ന് നീ പറഞ്ഞു, അതൊരു കള്ളാണെന്ന് എനിക്കറിയാം. എന്നിട്ട് നീ ബാലചന്ദ്രൻ്റെ കൂടെ അവിടെ താമസിച്ചു. എന്നിട്ട് അവിടെ നിന്ന് എന്നെ പുറത്താക്കാനല്ലേ നിന്റെ പ്ലാൻ? അന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞതാ നീ പറയുന്ന കള്ളാണ്, നീ ബാലചന്ദ്രൻ്റെ മകളല്ലാതെ. പക്ഷെ ആരും വിശ്വസിച്ചില്ല, കാരണം നീ അത്രയും കള്ളല്ലേ എല്ലാവരോടും പറഞ്ഞത്. അത് കേട്ടപ്പോൾ അലീന സങ്കടത്തോടു കൂടെ പറയുന്നുണ്ട്, മാഡം എന്തൊക്കെയായി പറയുന്നത്? അതേടി ഞാൻ പറയും, നീ എന്നെ പുറത്താക്കാനല്ലേടി അവിടെ നിന്ന് അത്രയും കളി കളിച്ചത്? നിനക്ക് ബാലചന്ദ്രൻ്റെ കൂടെ താമസിക്കണം അല്ലേടി എന്നൊക്കെ പറയാൻ കേട്ടോ. അത് ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതൊന്നും അലീനയ്ക്ക് സഹിക്കാനേ പറ്റുന്നില്ല. നീ ഇത്രയും മോശമായിട്ട ആളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നും കൂടെ വൈജ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, മാഡം എന്തൊക്കെയാ പറയുന്നത്? എൻ്റെ അച്ഛനല്ലേ, എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ താമസിച്ചു, അതിനെന്താ എത്ര പ്രശ്നം? അപ്പോൾ വൈജ പറയുന്നുണ്ട്, നിന്റെ അച്ഛനോ? അത് നീയും ബാലചന്ദ്രൻ്റെ കൂടെ ഉണ്ടാക്കി കള്ളത്തരല്ലേടി, അതെല്ലാവരെയും നിങ്ങൾ വിശ്വസിപ്പിച്ചില്ലേ, എന്നെ പൊട്ടത്തിയാക്കാൻ നോക്കണ്ട. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം എന്നും വളരെ മോശമായിട്ട് പറയുമ്പോൾ അലീന തല താഴ്ത്തി പോകാൻ കേട്ടോ. കാരണം അവൾക്കറിയാം വൈജയോട് എത്ര പറഞ്ഞിട്ടും വൈജയുടെ തലയിൽ കയറുമില്ല, താൻ നാളെ കെട്ടി പോവുകയുള്ളൂ എന്ന് നമുക്കറിയാം. പിന്നെ അതുമാത്രമല്ല, ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ അവൾക്ക് താല്പര്യമില്ല. കാരണം ഇന്ന് ഇവിടുന്ന് പോവുകയാണ് എല്ലാം അവസാനിപ്പിച്ച്. അപ്പോൾ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. പിന്നെ വൈജ എന്തൊക്കെയോ മോശമായിട്ട് പറയുമ്പോൾ ഒടുവിൽ സൈ കിட்ட അവൾ പറയുന്നുണ്ട്, ഞാനാണോ മാഡം മോശമായിട്ട് ജീവിച്ചേ? മാഡം അല്ലേ, എത്ര വർഷം മാഡം അങ്ങനെ ജീവിച്ചു? മാഡം അങ്ങ് ആഗ്രയിൽ ഒരാളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഓർമ്മയുണ്ടോ? അത് കേൾക്കുമ്പോൾ വൈജ ഷോക്ക് അടിച്ച് മാറി ഞെട്ടുകയാണ് കേട്ടോ. അന്നത്തെ കാര്യമൊക്കെ മാഡം മറന്നു, പുതിയൊരു ജീവിതം തുടങ്ങി, എല്ലാം അവസാനിപ്പിച്ചു. പക്ഷെ ആ ഓർമ്മകളൊന്നും ഒരിക്കലും മായാതെ ഇവിടെ കിടക്കുകയാണ്. അന്നത്തെ ആ ഒരു സംഭവത്തിൻ്റെ മായാത്തൊരു ഓർമ്മയാണ് ഞാൻ. ഇത് കേട്ടപ്പോൾ വൈജ ഭയങ്കരമായിട്ട് ഞെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് അവളെ തറപ്പിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് അലീന ഭയങ്കര സങ്കടത്തോടു കൂടെ പറയുന്നുണ്ട്, മാഡം എൻ്റെ അമ്മയാണ്, ഞാൻ നിങ്ങളുടെ മക്കളാണ്, നിങ്ങളൊരു നോക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ വന്നപ്പോഴോ മാഡത്തിന് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഇനി എൻ്റെ ശല്യം ഉണ്ടാവില്ല, ഞാൻ എന്തായാലും പോവാം, ഇനി നമ്മൾ കണ്ടുമുട്ടില്ല. ഇനി സത്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ എന്നെ തിരക്കി വരുമോ വേണ്ട, ഒരു ശല്യമായിട്ട് ഞാൻ മാഡത്തിൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അതീവ സങ്കടത്തോടു കൂടെ കരഞ്ഞ് അവൾ ഇറങ്ങിപ്പോവാണ്. ഇതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ വൈജ. അങ്ങനെ ഇത്രയും കാലം കാത്തു വെച്ചിരുന്ന ആ ഒരു രഹസ്യം അവിടെ എന്താ പറയുക പുറത്ത് വരികയാണ് കേട്ടോ. പക്ഷെ വൈജ അത് ഉൾക്കൊള്ളു, അല്ലെങ്കിൽ ഇനിയും ഇത് അലീനയുടെ കള്ളത്തരാണെന്ന് മുദ്ര കുത്തെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അലീന അവൾക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്തു, പറയാനുള്ള കാര്യം ആ ആളുടെ അടുത്ത് പറയുകയും ചെയ്തു. അവൾ അവളുടെ ദൗത്യം അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി പടിയിറങ്ങിപ്പോയി. പക്ഷേ ഇനി വൈജ എങ്ങനെയാവും ഈ ഒരു കാര്യം ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ വൈജ ഇതിനെയും കള്ളത്തരായിട്ട് തള്ളിക്കളയോ അലീനയെ കുറ്റപ്പെടുത്തുമോ അല്ലെങ്കിൽ അവളെ സ്വീകരിക്കുകയോ തൻ്റെ മകളായിട്ട് അവളെ കൂടെ കൂട്ടുക എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ മഴത്തോരും മുൻപേ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ, താങ്ക്